ഈ കഴിഞ്ഞ ദിവസം തന്റെ 7ാമത്തെ പ്രസവത്തിനിടെ 30കളുടെ പകുതിയിൽ മാത്രം നിൽക്കുന്ന മുഹ്സീന എന്ന യുവതി മരണപ്പെട്ട വാർത്തകൾ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. മുഹ്സീനയുടെ മരണം കേവലം ഒരു ആരോഗ്യ പ്രശ്നമല്ല, മറിച്ച് ദാമ്പത്യത്തിനുള്ളിൽ ഒരു സ്ത്രീ അനുഭവിച്ച നിശബ്ദമായ പീഡനങ്ങളുടെയും അവകാശ ലംഘനങ്ങളുടെയും ഭീകരമായ അന്ത്യമാണ്. 37 വയസ്സിനിടയിൽ 15 വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിൽ 7 തവണയാണ് അവർ ഗർഭിണിയായത്. അതായത് ശരാശരി ഓരോ 2 വർഷം കൂടുമ്പോഴും ആ ശരീരം മറ്റൊരു പ്രസവത്തിന് റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രസവം കഴിഞ്ഞ് അമ്മയുടെ ശരീരം പൂർവ്വസ്ഥിതിയിലാകാൻ നൽകേണ്ട ചുരുങ്ങിയ കാലയളവ് പോലും മുഹ്സീനയ്ക്ക് ലഭിച്ചില്ല. 7 പ്രസവങ്ങളിൽ 3 കുഞ്ഞുങ്ങളുടെ മരണം ആ സ്ത്രീയെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഇതിൽ ഒരു കുഞ്ഞിന്റെ മരണം ഫുഡ് പോയിസൺ ഏറ്റപ്പോൾ ചികിത്സ നൽകാൻ അക്യൂപങ്ക്ചറിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന മുഹ്സീനയുടെ ഭർത്താവ് അനുവാദം നൽകാത്തത് കൊണ്ടാണെന്നാണ് മുഹ്സീനയുടെ ബന്ധുക്കൾ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. സ്വന്തം കുഞ്ഞിന് അസുഖം വരുമ്പോൾ പോലും ശാസ്ത്രീയമായ ചികിത്സ നൽകാൻ അനുവദിക്കാത്ത, സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ കീഴിലായിരുന്നു മുഹ്സീനയുടെ ജീവിതം. ഏറ്റവും ഒടുവിൽ ജനുവരിയിൽ നടന്ന പ്രസവം വീട്ടിൽ വെച്ചായിരുന്നു. ആ കുഞ്ഞും 6 ദിവസത്തിനുള്ളിൽ മരിച്ചു. ആ പ്രസവത്തിന് ശേഷം മുഹ്സീന അനുഭവിച്ച ശാരീരിക യാതനകൾ അങ്ങേയറ്റം ദയനീയമാണ്. ബന്ധുക്കൾ അവരെ കണ്ടെത്തുമ്പോൾ ശരീരമാകെ അണുബാധയേറ്റ് മുറിവുകളിൽ പുഴുവരിച്ച നിലയിലായിരുന്നു അവർ. കടുത്ത വേദനയിലും ശാരീരിക അസ്വസ്ഥതകളിലും ഉരുകുമ്പോഴും ഒരു ആശുപത്രിയിലെത്തി ചികിത്സ തേടാനുള്ള സ്വാതന്ത്ര്യം പോലും ആ വീട്ടിൽ അവർക്ക് ലഭിച്ചില്ല. സ്വന്തം പങ്കാളിയുടെ അശാസ്ത്രീയമായ വാശികൾക്ക് മുന്നിൽ ഹെൽപ്ലെസ് ആയി പോയ ഒരു സ്ത്രീയുടെ ദാരുണമായ അന്ത്യമാണിത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആ കുടുംബത്തിൽ മുഹ്സീനയുടെ അഭിപ്രായങ്ങൾക്കോ വേദനകൾക്കോ യാതൊരു വിലയും നൽകപ്പെട്ടിരുന്നില്ല എന്നത് വ്യക്തമാണ്. സ്വന്തം ശരീരത്തിന്മേൽ പോലും അവകാശമില്ലാത്ത, ചികിത്സ തേടാൻ പോലും അനുവാദമില്ലാത്ത ഒരു ജീവിതം അനുഭവിച്ചു തീർത്ത് മുഹ്സീന യാത്രയാകുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ അപൂർവമല്ലാത്ത രീതിയിൽ വർദ്ധിച്ച ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇന്ത്യയിൽ പല മേഖലകളിലും ആക്സസിബിലിറ്റിയുടെ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗം അതിന്റെ സൂചികകളിൽ വികസിത രാജ്യങ്ങളുടെ ഗുണനിലവാരം കയ്യെത്തിപ്പിടിക്കുന്ന ഇന്നത്തെ കാലത്ത് അതേ ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ വീഴ്ചയായി ഇത്തരം സംഭവങ്ങൾ മാറുന്നു എന്നതാണ് സത്യം. ഇങ്ങനെയുള്ള വാർത്തകളിലെല്ലാം നമ്മൾ കാണുന്ന ചില സമാനതകളുണ്ട്. അത് വീട്ടിലെ പ്രസവം, അക്യൂപങ്ക്ചർ, തുടർച്ചയായ പ്രസവങ്ങൾ എന്നിവയാണ്. പ്രസവം ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്നും അതൊരു രോഗമല്ലെന്നും അതിനാൽ ആശുപത്രി സഹായം ആവശ്യമില്ലെന്നുമുള്ള അപകടകരമായ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി പോലും ഇന്ന് പടരുന്നുണ്ട്. കേരളത്തിലെ മാതൃമരണ നിരക്ക് ലക്ഷത്തിൽ 19 എന്ന നിലയിൽ കുറഞ്ഞു നിൽക്കുമ്പോഴാണ് തീർത്തും ഒഴിവാക്കാമായിരുന്ന കാരണങ്ങളാൽ വീടുകളിൽ പ്രസവം നടക്കുകയും അമ്മയും കുഞ്ഞും മരണപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ വരുന്നത്. പ്രസവം എന്നത് ഒരു ജീവന്റെയും ശരീരത്തിന്റെയും അതിജീവന പോരാട്ടമാണെന്ന് തിരിച്ചറിയാതെ അതിനെ കേവലം ഒരു പ്രകൃതി നിയമമായി കാണുന്നതാണ് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. പ്രസവ വേദന തുടങ്ങുന്നത് മുതൽ കുഞ്ഞ് പുറത്തു വരുന്നത് വരെയുള്ള ഓരോ നിമിഷവും അപ്രതീക്ഷിതമായ സങ്കീർണതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമിതമായ രക്തസ്രാവം അഥവാ പോസ്റ്റ്പാർട്ടം ഹിമറേജ്, കുഞ്ഞിന്റെ ശ്വാസം മുട്ടൽ, മറുപിള്ള വേർപെടാത്ത അവസ്ഥ തുടങ്ങിയവയെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ പരിഹരിക്കേണ്ട അടിയന്തര സാഹചര്യങ്ങളാണ്. ഒരു ആശുപത്രിയിൽ വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെയും ആധുനിക സജ്ജീകരണങ്ങളുടെയും സാന്നിധ്യത്തിൽ മാത്രം നേരിടാൻ കഴിയുന്ന ഇത്തരം വെല്ലുവിളികളെ ഒരു തുണിക്കഷ്ണവും ചൂടുവെള്ളവും മാത്രമുള്ള വീടിന്റെ മുറിക്കുള്ളിൽ വെച്ച് നേരിടാമെന്ന് കരുതുന്നത് തികഞ്ഞ വിഡ്ഢിത്തമാണ്. മതപരവും സദാചാരപരവുമായ ബാലിശമായ വാദങ്ങളാണ് പലപ്പോഴും വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കാൻ ചിലർ ഉപയോഗിക്കുന്നത്. സ്വന്തം ഭാര്യയുടെയോ മകളുടെയോ നഗ്നത അന്യപുരുഷൻ കാണരുത് എന്ന ചിന്താഗതി ഒരു ജീവനേക്കാൾ പ്രാധാന്യം സദാചാരത്തിന് നൽകുന്ന വികലമായൊരു മനസ്ഥിതിയാണ്. ചികിത്സയിൽ ലിംഗഭേദമില്ലെന്നും ഒരു ഡോക്ടർക്ക് മുന്നിൽ രോഗി എന്നത് കേവലം ഒരു വ്യക്തി മാത്രമാണെന്നും തിരിച്ചറിയാനുള്ള വിവേകം പോലും നഷ്ടപ്പെട്ട ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. ലേബർ റൂമുകളിൽ പുരുഷ ഡോക്ടർമാരോ നഴ്സുമാരോ ഉണ്ടാകുന്നത് സ്ത്രീയുടെ അന്തസ്സിനെ ബാധിക്കുമെന്ന വാദം ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ ആ സ്ത്രീയുടെ ജീവനാണ് പണയപ്പെടുത്തുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായ വീട്ടിലെ പ്രസവം കാരണമുള്ള മരണങ്ങൾ പരിശോധിച്ചാൽ ഇത്തരം കടുംപിടുത്തങ്ങൾ എത്രത്തോളം മാരകമാണെന്ന് മനസ്സിലാകും. വീട്ടിലെ പ്രസവത്തെയും മറ്റും ഇന്നും ന്യായീകരിക്കുന്നവർ പണ്ടുകാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ വീട്ടിലല്ലേ പ്രസവിച്ചിരുന്നത് എന്ന വൈകാരികമായ ചോദ്യങ്ങളാണ് പലപ്പോഴും ഉയർത്താറുള്ളത്. എന്നാൽ അന്നത്തെ കാലത്ത് പ്രസവത്തിനിടെ മരിച്ചുപോയ സ്ത്രീകളുടെയും ജനിച്ച ഉടനെ മരിച്ച കുഞ്ഞുങ്ങളുടെയും കണക്കുകൾ ഇവരാരും പറയുന്നില്ല എന്നതാണ് സത്യം. ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും പണ്ട് വളരെ കൂടുതലായിരുന്നു. ഇന്ന് കേരളത്തിൽ ശിശുമരണ നിരക്ക് 1000-ൽ വെറും 6 എന്ന നിലയിലേക്ക് കുറഞ്ഞത് വീടുകളിൽ പ്രസവം നടന്നതുകൊണ്ടല്ല, മറിച്ച് ശാസ്ത്രീയമായ പ്രസവ ചികിത്സ എല്ലാവർക്കും ലഭ്യമായതുകൊണ്ടാണ്. സുരക്ഷിത പ്രസവം എന്നത് വിദഗ്ധ മേൽനോട്ടത്തിൽ മാത്രം നടക്കേണ്ട ഒന്നാണ്. പലപ്പോഴും വീട്ടിൽ വെച്ച് പരാജയപ്പെടുന്ന പ്രസവങ്ങൾ അവസാന നിമിഷം ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സ്ഥിതി വഷളായിട്ടുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ ഡോക്ടേഴ്സിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. ഇത് ആ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വരുന്ന ആ സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല, ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ അവകാശ ലംഘനം കൂടിയാണ്. ശ്വാസം കിട്ടാതെയും തലച്ചോറിന് ആഘാതമേറ്റും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? വിദ്യാസമ്പന്നരായ യുവാക്കൾ പോലും ഇത്തരം വാദങ്ങളിൽ വീണുപോകുന്നു എന്നത് അത്ഭുതകരമാണ്. വീട്ടിൽ പ്രസവിക്കുന്നവരെ വേദിയിൽ കയറ്റി ആദരിക്കുന്ന അക്യൂപങ്ക്ചർ സംഘടനകളും വ്യക്തികളും സത്യത്തിൽ ചെയ്യുന്നത് കടുത്ത സാമൂഹിക ദ്രോഹമാണ്. ഇന്ന് അക്യൂപങ്ക്ചർ പോലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അശാസ്ത്രീയ ചികിത്സാ രീതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രം അഥവാ മോഡേൺ മെഡിസിൻ മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രീയമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലോ തെളിവുകളിലോ അധിഷ്ഠിതമല്ലാത്ത ചികിത്സാ രീതികളെയാണ്. ഒരു ചികിത്സാ രീതി ശാസ്ത്രീയമാകണമെങ്കിൽ അത് കൃത്യമായ ക്ലിനിക്കൽ ട്രയലുകൾക്കും പിയർ റിവ്യൂഡ് പഠനങ്ങൾക്കും വിധേയമാകേണ്ടതുണ്ട്. എന്നാൽ അക്യൂപങ്ക്ചർ പോലുള്ള രീതികൾ പലപ്പോഴും ഈ പരീക്ഷണങ്ങളിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ കേവലം ഒരു പ്ലാസിബോ എഫക്ട് മാത്രമാണെന്ന് തെളിയിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളതാണ്. പ്ലാസിബോ എഫക്ട് എന്നത് ചികിത്സ ഫലിക്കുമെന്ന രോഗിയുടെ വിശ്വാസവും പ്രതീക്ഷയും മൂലം രോഗലക്ഷണങ്ങളിൽ താൽക്കാലികമായ കുറവ് അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ്. ഉദാഹരണത്തിന് രൂക്ഷമായ തലവേദനയുള്ള 2 വ്യക്തികളെ സങ്കല്പിക്കുക. ഒന്നാമത്തെ ആൾക്ക് ഡോക്ടർ യഥാർത്ഥ പെയിൻ കില്ലർ നൽകുന്നു. രണ്ടാമത്തെ ആൾക്ക് ഡോക്ടർ നൽകുന്നത് വെറും പഞ്ചസാര ഗുളികയാണ്. പക്ഷേ ഡോക്ടർ അയാളോട് പറയുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച വേദന സംഹാരിയാണ് എന്നാണ്. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം രണ്ടാമത്തെ വ്യക്തിയുടെ തലവേദന കുറയുന്നു. ഇവിടെ ആ വ്യക്തിക്ക് ലഭിച്ച ഗുളികയിൽ രോഗം മാറ്റാനുള്ള യാതൊരു മരുന്നും ഉണ്ടായിരുന്നില്ല.
സാധിക്കുന്നില്ല. എന്നാൽ ഞാൻ മരുന്ന് കഴിച്ചു, ഇനി എന്റെ വേദന മാറും എന്ന അയാളുടെ ഉറച്ച വിശ്വാസം തലച്ചോറിനെ സ്വാധീനിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ റിസൾട്ടായി തലച്ചോർ സ്വയം എൻഡോർഫിനുകൾ പോലുള്ള പ്രകൃതിദത്ത വേദന സംഹാരികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് പ്ലാസിബോ എഫക്ട്. അക്യുപങ്ചർ പോലുള്ള അശാസ്ത്രീയ ചികിത്സകളിൽ സംഭവിക്കുന്നത് ഇതാണ്. സൂചി കുത്തുമ്പോൾ രോഗം മാറുമെന്ന് രോഗി അമിതമായി വിശ്വസിക്കുകയും ആ വിശ്വാസം താൽക്കാലികമായി വേദന കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ രോഗത്തിന്റെ യഥാർത്ഥ കാരണം അവിടെ ചികിത്സിക്കപ്പെടുന്നില്ല. കേരളത്തിൽ ഏറെ പ്രചാരമുള്ള കൃപാസനം പത്രം മൂലം രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ അതേ മനഃശാസ്ത്രമാണ് അക്യുപങ്ചർ ചികിത്സ തേടുന്നവരിൽ കാണാൻ സാധിക്കുക. കൃപാസനം പത്രം കൈവശം വെച്ചാൽ അനുഗ്രഹം കിട്ടുമെന്ന് വിശ്വസിക്കുന്നതും ശരീരത്തിലെ ഏതോ അദൃശ്യമായ ഊർജ്ജരേഖകളിൽ സൂചി തറച്ചാൽ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നതും സയന്റിഫിക്കലി ഒരേ തട്ടിൽ നിൽക്കുന്ന മണ്ടത്തരങ്ങളാണ്. അക്യുപങ്ചർ പ്രധാനമായും ചൈനീസ് പാരമ്പര്യ വൈദ്യത്തിന്റെ ഭാഗമായാണ് അറിയപ്പെടുന്നത്. ശരീരത്തിലൂടെ ചി എന്നൊരു ഊർജ്ജം പ്രവഹിക്കുന്നുണ്ടെന്നും ഇതിന്റെ തടസ്സമാണ് രോഗങ്ങൾക്ക് കാരണമെന്നുമാണ് ഈ രീതി വാദിക്കുന്നത്. എന്നാൽ മോഡേൺ അനാട്ടമി പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള യാതൊരു ഊർജ്ജ പ്രവാഹങ്ങളും മനുഷ്യ ശരീരത്തിൽ കാണാൻ കഴിയില്ല. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം അക്യുപങ്ചർ ചെയ്യുമ്പോൾ സൂചി കുത്തുന്ന സ്ഥലങ്ങളിൽ ചില നാഡീവ്യൂഹങ്ങൾ ഉത്തേജിക്കപ്പെടുകയും തലച്ചോറിൽ എൻഡോർഫിനുകൾ ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്തേക്കാം. ഇത് കേവലം ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് നൽകുന്നത്. ഇതിനെക്കുറിച്ച് നടന്ന പ്രശസ്തമായ ഷാം അക്യുപങ്ചർ പഠനങ്ങൾ തെളിയിക്കുന്നത് കൃത്യമായ പോയിന്റുകളിൽ സൂചി കുത്തുന്നതും അല്ലാതെ വെറുതെ ചർമ്മത്തിൽ സൂചി കൊണ്ട് സ്പർശിക്കുന്നതും രോഗിയിൽ ഒരേ ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. അതായത് ചികിത്സ ലഭിക്കുന്നു എന്ന രോഗിയുടെ വിശ്വാസം മാത്രമാണ് ഇവിടെ റിസൾട്ട് നൽകുന്നത്. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിലും ലാൻസെറ്റിലും പ്രസിദ്ധീകരിച്ച പല റിപ്പോർട്ട്സും അക്യുപങ്ചർ ഒരു സ്യൂഡോ സയൻസ് ആണെന്ന് അടിവരയിട്ട് പറയുന്നു. ഇസ്ലാം മതത്തിൽ പറയുന്ന ഹിജാമ പോലൊരു ചികിത്സയാണ് അക്യുപങ്ചർ എന്ന് പ്രചരിപ്പിക്കുകയും ഇതിനെ ഒരു ഹലാൽ ചികിത്സയായി അവതരിപ്പിക്കുകയും മോഡേൺ മെഡിസിൻ ഷിർക്കാണെന്ന് വരെ പറഞ്ഞ് ഈ ചികിത്സയെ മതത്തിന്റെ മറവിൽ വിൽക്കുന്നവരും അക്യുപങ്ചറിന്റെ റീച്ചിനെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. +2 മാത്രം പാസ്സായ സാധാരണക്കാരെ പേരിന് മുമ്പിൽ ഡോക്ടർ എന്ന് വെക്കാമെന്ന് പ്രേരിപ്പിച്ചും ആഴ്ചകളോ മാസങ്ങളോ മാത്രം നീണ്ടു നിൽക്കുന്ന ഉഡായിപ്പ് അക്യുപങ്ചർ കോഴ്സുകൾ പഠിപ്പിച്ചും അവരെ കബളിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്നാൽ ഈ അക്യുപങ്ചർ ചികിത്സാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചികിത്സാ പിഴവുകൾ ഞെട്ടിക്കുന്നതാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അക്യുപങ്ചർ ചികിത്സയുടെ പേരിൽ പ്രസവം വീട്ടിൽ നടത്താൻ ശ്രമിക്കുകയും അതുവഴി ഗർഭിണികൾ മരിക്കുകയും ചെയ്ത റിപ്പോർട്ട്സ് ഉണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രസവ വേദനയുള്ള സ്ത്രീകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ സൂചികൾ കൊണ്ട് പ്രശ്നങ്ങൾ മാറ്റാമെന്ന് വിശ്വസിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. രക്തസ്രാവം പോലുള്ള സങ്കീർണമായ അവസ്ഥകളിൽ അക്യുപങ്ചർ ഒന്നിനും പരിഹാരമാകുന്നില്ല. മെഡിക്കൽ എമർജൻസികൾ കൈകാര്യം ചെയ്യാൻ അറിവില്ലാത്തവരാണ് പലപ്പോഴും ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ നടത്തുന്നത്. ചികിത്സയുടെ കാര്യത്തിൽ മോഡേൺ സയൻസിനെ തള്ളിക്കളയുന്നത് രോഗിയുടെ ജീവൻ വെച്ച് പന്താടുന്നതിന് തുല്യമാണ്. പ്ലാസിബോ എഫക്റ്റിനപ്പുറം ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത ഇത്തരം രീതികൾക്ക് നിയമപരമായ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ്. രോഗികൾ അവരുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള യോഗ്യരായ ഡോക്ടർമാരെ മാത്രം സമീപിക്കുക എന്നതാണ് ഏക പരിഹാരം. മോഡേൺ സയൻസ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ അക്യുപങ്ചർ പോലുള്ളവ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലഹരണപ്പെട്ട അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നവയാണ്. ഈ വ്യത്യാസം തിരിച്ചറിയാത്ത പക്ഷം ഇനിയും ജീവനുകൾ പൊലിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് അക്യുപങ്ചർ പോലുള്ള ചികിത്സാ രീതികളെക്കുറിച്ചും അവ കാരണമുണ്ടാകുന്ന മരണങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.